പാറശാല സെൻറ്ററിൻ്റെ രജത ജൂബിലിയുടെ സമാപ്തിയിലേക്ക് നാം വന്നിരിക്കുന്നു. ഈ വർഷം സെൻറ്ററിനെ 3 മേഖലകളായി തിരിച്ച് ആത്മീയ മുന്നേറ്റത്തിന് വിവിധ പ്രോഗ്രാമുകൾ നടത്തുകയുണ്ടായി. സെമിനാറുകൾ, പരസ്യയോഗങ്ങൾ, മ്യൂസിക്കൽ നൈറ്റ്, മിനി കൺവെൻഷനുകൾ തുടങ്ങിയവ സെൻറ്ററിൻ്റെ ഉണർവിന് കാരണമായി. ഇന്നേക്ക് 25 വർഷങ്ങൾക്ക് മുമ്പ് വെറും 4 ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന പ്രവർത്തനങ്ങൾ വളർന്ന് വലുതായി 30 സഭകളായി മാറി. ഒന്നാമത്തെ ആലോചനാ മീറ്റിങ്ങിൽ 25ഓളം സുവിശേഷകന്മാർ ഒത്തുകൂടിയത് ഓർക്കുന്നു. സാമ്പത്തികമായി എന്ത് കിട്ടും എന്ന ചിന്തയോടുകൂടി കടന്നു വന്നവർക്ക് പ്രസ്തുത മീറ്റിംഗ് ആശാവഹമായിരുന്നില്ല. അടുത്ത മീറ്റിങ്ങിൽ 10 പേരായി ചുരുങ്ങി. വീണ്ടും കൊഴിഞ്ഞ് പോക്കൽ തുടർന്നുകൊണ്ടേയിരുന്നു. ഗദയോൻ്റെ കൂടെ 300 പേർ ശേഷിച്ചെങ്കിൽ പാറശാല പ്രവർത്തനത്തിന് വെറും 4 പേരായി തീർന്നു. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. ഈ വാഗ്ദത്തം ഞങ്ങൾ അവകാശമാക്കി. കേരള തമിഴ്നാട് ബോർഡറിലും തീരപ്രദേശത്തും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സുവിശേഷകർ വെല്ലുവിളികളെ നേരിടുന്നുണ്ട്. കോവിഡ് രോഗത്തിൻ്റെ കടന്നുകയറ്റം നടന്നപ്പോൾ ഞങ്ങളുടെ കൂട്ടു സഹോദരന്മാരായ ഇവാഞ്ചലിസ്റ്റ് ശങ്കറും ഇവാഞ്ചലിസ്റ്റ് ചന്ദ്രനും നിത്യതയിൽ പ്രവേശിച്ചു. പാസ്റ്റർ യോനാൻ, പാസ്റ്റർ സുമരാജ്, ഇവാഞ്ചലിസ്റ്റ് സ്റ്റാൻലി ഈനോസ് എന്നിവർ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുന്നു. ഈ ജൂബിലി ദിനത്തിൽ ഞങ്ങളോടൊപ്പം ഇല്ലാത്ത ഈ കൂട്ടുകാരെ ഞങ്ങൾ ഒരിക്കൽ കൂടെ ഓർക്കുകയും അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ താഴ്ചയിൽ ഞങ്ങളെ എന്നും ഓർക്കുന്ന ദൈവത്തിന് സർവമാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഈ വിഷ്വൽ മാന്യ പ്രേക്ഷകർക്ക് വേണ്ടി പ്രകാശനം ചെയ്യുന്നു. വർഷം കുടുംബമായ വിദേശവാസം. അഡ്നോക്ക് എന്ന പ്രശസ്ത കമ്പനിയിലെ ജോലി രാജിവെച്ച് 1994 തിരുവനന്തപുരത്ത് താമസമാക്കി. അനേക ഉൾഗ്രാമങ്ങളിൽ പരസ്യയോഗങ്ങൾ ക്രമീകരിച്ചു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തിക്കാട്ടി. 1997 ജൂൺ മാസം 29-ാം തീയതി, ജീവിതത്തിൽ മറക്കാനാകാത്ത ദിവസം, സുവിശേഷ വിരോധികളുടെ ഉപദ്രവം പൂർണ്ണസമയ സുവിശേഷകനാകുവാനുള്ള പ്രേരണയായി തീർന്നു. 1999 ജൂൺ മാസം 6-ാം തീയതി ഓർഡേഡ് മിനിസ്റ്റർ ആയതോടെ ഒരു സെന്റർ രൂപീകരിക്കണമെന്ന ആഗ്രഹവും ദൈവിക നിയോഗവും ഹൃദയത്തിലുണ്ടായി. ഗ്രാമ സുവിശേഷീകരണത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് തമിഴ്നാടിന്റെ അതിർത്തി പ്രദേശമായ പാറശാല കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. പനങ്കുഴിയിൽ 1ാമത്തെ വർക്കേഴ്സ് മീറ്റിംഗിൽ 30-ലേറെ ദൈവദാസന്മാർ പങ്കെടുത്തു. ഗിദയോൻ തിരഞ്ഞെടുത്തവർ കൊഴിഞ്ഞുപോയതുപോലെ പലരും വിട പറഞ്ഞു. അവസാനം 8 പേർ വീണ്ടും ചുരുങ്ങി 6 ദൈവദാസന്മാർ അവശേഷിച്ചു. അധികം താമസിയാതെ അവിടെ 5 സെന്റ് സ്ഥലവും പൊട്ടിപ്പൊളിഞ്ഞ വീടും സെന്ററിന്റെ ആദ്യ മുതൽക്കൂട്ടായി. കർത്തൃദാസൻ ഭക്തസിംഗിന്റെ വീട്ടിൽ ആരാധനയ്ക്ക് ആരംഭം കുറിച്ചു. കളത്തുകാലിൽ ഒരു വീടിന്റെ വരാന്തയിൽ തുടക്കം. അവിടെ 4 സെന്റ് വാങ്ങി ഒരു ഷെഡ് പണിതു. പഴയ ഉച്ചക്കടയിൽ പാസ്റ്റർ CM രാജു പ്രവർത്തനത്തിന് സഹായിയായി. ആരംഭകാലത്ത് ഏറെ അധ്വാനിച്ചു. പിൽക്കാലത്ത് വളർന്നു വന്നപ്പോൾ പളുകൾ സഭ വഴിപിരിഞ്ഞു. ചാലിക്കര സഭയും വളർച്ച നേടിയപ്പോൾ പുതിയ മേച്ചിൽ സ്ഥലം നോക്കിപ്പോയി. അവശേഷിച്ച 4 സഭകളിൽ നിന്ന് ഇപ്പോൾ 30 സഭകൾ. The sun comes up, it's a new day drawing. It's time to sing his song again.
3 വർഷത്തെ പ്രവർത്തനത്തിന് 2002 മെയ് മാസത്തിൽ നമ്മുടെ പ്രസ്ഥാനം ഒരു ഏരിയയായി അംഗീകരിച്ചു. അന്നത്തെ സ്റ്റേറ്റ് പ്രസിഡന്റ് പാസ്റ്റർ KM ജോൺ ഏരിയ ഉദ്ഘാടനം നിർവഹിച്ചു. പാസ്റ്റർ ഫിലിപ്പ് P. തോമസ് പ്രത്യേക ക്ഷണിതാവായിരുന്നു. 2006 ജൂൺ മാസത്തിൽ കേരള സ്റ്റേറ്റിലെ ഒരു സെന്റർ ആയി അംഗീകരിച്ചു. പാസ്റ്റർ KC തോമസ് പ്രാർത്ഥിച്ച് സെന്ററിനെ ദൈവകരത്തിൽ സമർപ്പിച്ചു. ലോക്കൽ സഭകളിൽ നിന്നും സമർത്ഥരും സമർപ്പണവുമുള്ള വിശ്വാസികളെ ശുശ്രൂഷയിൽ കൈപിടിച്ച് നടത്തിയത് ഈ സെന്ററിന്റെ മാത്രം പ്രത്യേകതയാണ്. അജ്മാൻ IPC സഭയുടെ സീനിയർ ശുശ്രൂഷകൻ പാസ്റ്റർ ദിലു ജോണുമായിട്ടുള്ള ഊഷ്മളമായ ബന്ധം നമ്മുടെ സെന്ററിന്റെ പ്രമുഖ വളർച്ചയ്ക്ക് കാരണമായി തീർന്നു. അദ്ദേഹത്തെ അസോസിയേറ്റ് സെന്റർ പാസ്റ്ററായി അംഗീകരിച്ചു. പാസ്റ്റർ ദിലു ജോണിന്റെ ആത്മീക ദർശനം നമുക്ക് മുതൽക്കൂട്ടാണ്. അജ്മാൻ സഭ സാമ്പത്തികമായി സഹായിക്കുന്നത് നന്ദിപൂർവം ഈ അവസരത്തിൽ ഓർക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുതെന്നുള്ള വചനപ്രകാരം കഴിഞ്ഞ നാളുകളിൽ പാറശാല സെന്ററിനോട് ദൈവം കാണിച്ച എല്ലാ ഉപകാരങ്ങളെയും നന്ദിയോടെ സ്മരിക്കുന്നു. കഴിഞ്ഞ 25 വർഷക്കാലം ശക്തമായി ഈ ദേശത്തിൻ്റെ സുവിശേഷീകരണത്തിന് വേണ്ടി ഈ സെന്ററിനെ ദൈവം ഉപയോഗിച്ച വിധങ്ങളെ ഓർക്കുമ്പോൾ പിന്നെയും നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ശക്തമായ ഒരു നേതൃത്വത്തിന് കീഴിൽ വളരെ ശക്തിയോടെ ഈ ദേശത്ത് ദൈവവേല ചെയ്യുവാൻ ഈ സെന്ററിനെ ദൈവം ഉപയോഗിച്ചു എന്നുള്ളത് ഈ സെന്ററിൻ്റെ വളർച്ച കാണുമ്പോൾ തീർച്ചയായിട്ടും സ്പഷ്ടമാണല്ലോ. കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ സെന്ററിനോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ അടിയനും ദൈവം തന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു നേതൃത്വം കൊടുക്കുവാൻ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ VT അലക്സാണ്ടർ അവറുകളെ ദൈവം കരങ്ങളിൽ എടുത്ത് ഉപയോഗിച്ചു. ശക്തന്മാരായ ദൈവദാസന്മാരാൽ പരിപോഷിക്കപ്പെടുന്ന ഒരു ശക്തമായ നേതൃത്വനില ഈ സെന്ററിനുള്ളതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വരുന്ന ആളുകളിൽ പിന്നെയും ദൈവം അതിശക്തിയോടെ ഈ ദേശത്ത് സുവിശേഷീകരണത്തിന് വേണ്ടി ഈ സെന്ററിനെ ദൈവം കരങ്ങളിൽ എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളിൽ നിന്ന് വിരാമം കുറിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. പാറശാല സെന്റർ ഓഫീസ് കെട്ടിടം. ഇവിടെ ബൈബിൾ സ്റ്റഡി സെന്ററും സ്റ്റിച്ചിങ് സെന്ററും പ്രവർത്തിച്ചിരുന്നു. ഏകദേശം 75 യുവതികൾ തയ്യൽ പരിശീലനം പൂർത്തിയാക്കി. പാറശാല സെന്ററിലെ ആദ്യ സഭകൾ ദേവികോട്, പനങ്കുഴി സഭ. 2000 ആണ്ടിൽ ആദ്യമായി 7 പേർ സ്നാനമേറ്റു സഭയോട് ചേർന്നു. കളത്തുകാൽ സഭ, ആര്യനാട് സഭ, ആലത്തൂർ സഭാമന്ദിരം, വട്ടിയൂർക്കാവ് സഭ ഹാൾ, നെയ്യാറ്റിൻകര പ്രയർ ഹാൾ. ലാറി ബക്കർ കമ്പനി പണിത 3 വീടുകൾ. പുറമ്പോക്കിൽ താമസിച്ചിരുന്നവരും വീടില്ലാത്തവരുമായ 3 കുടുംബങ്ങൾക്ക് പാറശാല സെന്റർ ഒരുക്കിക്കൊടുത്ത തണൽ. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. 1992 ഭവന പുനർനിർമ്മാണത്തിന് ധനസഹായം സ്പോൺസർ ചെയ്തത് അബുദാബി പെന്തക്കോസ്റ്റൽ ചർച്ച്. ചാലിക്കര സഭയിലെ ബദിരനായ സഹോദരന് വേണ്ടി പണി കഴിപ്പിച്ച പുതിയ ഭവനം സ്പോൺസർ ചെയ്തത് കുവൈറ്റ് പെന്തക്കോസ്റ്റൽ അസംബ്ലി ചർച്ച്. പഠനോപകരണ സഹായം. വിധവ സഹായം ഡോക്ടർ VA വർഗീസ് താബോർ നിർവഹിക്കുന്നു. തിരുവനന്തപുരം മേഖല 2003 ജീവകാരുണ്യ പ്രവർത്തന ഉദ്ഘാടനം പഠനോപകരണ വിതരണവും പാറശാല സെന്ററുമായി യോജിച്ച് നടത്തി. ബ്രദർ സ്റ്റാൻലി ജോർജ് USA മുഖ്യപ്രഭാഷണം നടത്തുന്നു. ഈ കാലയളവിൽ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ചേർന്ന അനുഗ്രഹീത കർത്തൃദാസന്മാർ പാസ്റ്റർ യോനാൻ, പാസ്റ്റർ ശങ്കർ, പാസ്റ്റർ ജോൺസൺ, പാസ്റ്റർ സുമരാജ്, പാസ്റ്റർ ചന്ദ്രൻ, പാസ്റ്റർ സ്റ്റാൻലി ഈനോസ്. ഈ കാലയളവിൽ ഈ സെന്ററിൽ നടന്ന അനുഗ്രഹീത ശുശ്രൂഷകൾ. യേശുവിനെ അവർ ക്രൂശിച്ചു കഴിഞ്ഞിട്ട് യേശുവിനെ അരിമത്ഥ്യ യോസഫിന്റെ കല്ലറയിൽ അടക്കി. ഇതെല്ലാം ഈ ലോകത്ത് നടന്നതാണ്. ഇതെല്ലാം ചരിത്രമാണ്. ഇതെല്ലാം ചരിത്ര സത്യങ്ങളാണ്. ഇന്ന് പകലില് എന്നെ ശ്രദ്ധിക്കുന്ന വിശ്വാസികളും എന്നെ ശ്രദ്ധിക്കുന്ന എന്റെ സ്നേഹിതന്മാരും പറയട്ടെ, യേശു എന്ന് പറയുന്നയാള് ഒരു മിഥ്യയല്ല,
യേശു എന്ന് പറയുന്നയാള് ഒരു പുരാണ കഥയിലുള്ള ഒരാളല്ല. യേശു എന്ന് പറയുന്ന വ്യക്തി അത് ചരിത്ര സത്യമാണ്. അത് എന്നെ പോലെ നിങ്ങളെ പോലെ മജ്ജയും മാംസവുമുള്ള ഒരു യേശു ഇവിടെ കടന്നു വന്ന് എന്റെയും നിങ്ങളുടെയും വെളിയിൽ ജീവിച്ചു. എന്റെ ദുഃഖം യേശുവിന് മനസ്സിലായി, എന്റെ വേദന യേശു സ്വയം ഉൾക്കൊണ്ടു, എന്റെ മാനസിക സംഘർഷം യേശു മനസ്സിലാക്കി. എനിക്ക് വേണ്ടി യേശു, പാപരഹിതനായ യേശു യേശുവിന്റെ കല്ലറയിൽ അടക്കപ്പെട്ട് തിരുവഴുത്തിൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത് ഭാഗത്തേക്ക് പോയവനും മനുഷ്യവർഗത്തിന്റെ ഉദ്ധാരണത്തിനു വേണ്ടി പിതാവിനോട് വാദിച്ചുകൊണ്ടിരിക്കുകയും ഇനിയും താമസം വിന ഈ താണഭൂമിയിലേക്ക് വന്ന് നമ്മെ ചേർത്തുകൊള്ളാമെന്ന് വാക്ക് പറഞ്ഞതിനുമായ കർത്താവായ യേശു ക്രിസ്തുവിൽ പ്രിയ സഹോദരൻ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്നുള്ള ദൈവ കൽപ്പന പ്രകാരവും നിന്റെ സാക്ഷിവചനത്തിന്മേലും നിന്നെ ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം ചെയ്തുകൊള്ളുന്നു. വിശ്വസിക്കുന്നവനെ സ്നാനപ്പെടുത്തണമെന്നുള്ള ദൈവ കൽപ്പന പ്രകാരവും നിന്റെ വാമൊഴിവിലും നിന്നെ ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം ചെയ്തുകൊള്ളുന്നു. ഏദൻ തോട്ടത്തിൽ ആദിമ മനുഷ്യരായ ആദാമിനെയും ഹവ്വയെയും യോജിപ്പിച്ച യഹോവയായ ദൈവം നിങ്ങളെ ഇരുവരെയും യോജിപ്പിക്കുമാറാകട്ടെ. നിങ്ങൾ അകൽച്ച മാറ്റി ഒന്നായി ജീവിക്കുവാൻ ശ്രമിക്കണം. ഒരു കുടുംബ മനുഷ്യരുമാകണമെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഒട്ടും അകൽച്ചയുണ്ടാകുവാൻ പാടില്ല. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവൻ. നമ്മുടെ അകലം കുറയ്ക്കുന്നത് ക്ഷമയിൽ കൂടെയാണ്. ഒരിക്കൽ പ്രസിദ്ധ സുവിശേഷകനായ ബില്ലിഗ്രഹാം അവന്റെ ഭാര്യ യൂത്ത് ബില്ലിഗ്രഹാം അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എ ഗുഡ് ഫാമിലി മാരേജ് ഈസ് ദ യൂണിയൻ ഓഫ് ടു ഗുഡ് ഫോർഗിവേഴ്സ്. ക്ഷമിക്കുന്ന, ദീർഘമായി ക്ഷമിക്കുന്ന രണ്ടു പേരുടെ ജീവിതമാണ് ഏറ്റവും സന്തോഷകരമായ കുടുംബജീവിതം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആദ്യം പ്രസംഗിച്ചയാള് ഒരു കരുതപ്പുറത്ത് യാത്ര ചെയ്ത ഒരു ഇല്ലസ്ട്രേഷൻ പറയുകയുണ്ടായി. ഞാനിവിടെ പറഞ്ഞോട്ടെ. ഒരിക്കലൊരു കുടുംബം ഒരു മല കയറുകയായിരുന്നു. സ്റ്റീപ്പായിട്ടുള്ള യാത്രയിൽ ഏറ്റവും മുമ്പിൽ ഭർത്താവ് ഒരു കഴുതപ്പുറത്ത്, അതിന് നേരെ പുറകില് ഭാര്യ വേറൊരു കഴുതപ്പുറത്ത്. അല്പദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭാര്യ സഞ്ചരിച്ച കഴുത പിണങ്ങി താഴെ വീണു. ഭാര്യ താഴെ ഇറങ്ങി അതിനെ എഴുന്നേൽപ്പിച്ചിട്ട് വീണ്ടും യാത്ര തുടർന്നു. യാത്ര ചെയ്തു പോകുമ്പോൾ ഭർത്താവ് ഒരു അല്പം മുമ്പിലായി. വീണ്ടും ഒരു അല്പദൂരം യാത്ര ചെയ്തപ്പോൾ ഭാര്യ കയറിയ ആ കഴുത അവനൊരു കള്ളക്കഴുതിയായിരുന്നു, വീണ്ടും താഴെ വീണു. ഈ ഭാര്യയോട് ഇറങ്ങിയിട്ട് അതിനെ എഴുന്നേൽപ്പിച്ചു, അതിന്റെ മുകളിൽ കയറി യാത്ര തുടർന്നു. വീണ്ടും ഒരു 500 മീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ കയറിയ കഴുത വീണ്ടും അവിടെ വീണു. പെട്ടെന്ന് ഭാര്യ താഴെ ഇറങ്ങിയിട്ട് അവളുടെ കയ്യിൽ ഒരു റിവോൾവർ ഉണ്ടായിരുന്നു, അത് വെച്ച് വെടിവെച്ച കഴുതയെ കൊന്നു. ചോരയിൽ കുതിർന്ന് കിടക്കുന്ന കഴുതയുടെ അടുത്തേക്ക് ഭർത്താവ് ഓടി വന്നു. നീ എന്തിനാ ആ പാവം മൃഗത്തെ വെടിവെച്ച് കൊന്നതെന്ന് ചോദിച്ചപ്പോൾ ആ ഭാര്യ പറഞ്ഞ മറുപടി എങ്ങനെയാണ്, എനിക്കും നിങ്ങൾക്കും തമ്മിൽ ഒരു കാരണവശാലും അകലമുണ്ടാകാൻ പാടില്ല. അകലമുള്ള എല്ലാ കഴുതകളെയും കൊല്ലണം. പ്രദീപ് റഹന ഇന്ന് പകലില് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ അകറ്റുന്നതായ
നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ വിള്ളൽ വരുന്നതായ ഏതെങ്കിലും കഴുതകൾ, ഒരുപക്ഷേ അത് സാമ്പത്തികമായ ഒരു കഴുതയാകാം, ഒരുപക്ഷെ സംശയം എന്ന് പറയുന്ന വികാരമായിരിക്കാം, ഒരുപക്ഷെ പരദൂഷണമായിരിക്കാം, മറ്റുള്ളവര് കടന്നു വന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്റർഫിയർ ചെയ്യുന്ന അവസരമായിരിക്കാം. ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കണം, യു ഹാവ് ടു കിൽ ദം. ഏദൻ തോട്ടത്തിൽ ആദിമ പുരുഷനായ ആദമിനെയും ഹൗവയെയും യോജിപ്പിച്ച യഹോവയായ ദൈവം നിങ്ങളെ ഇരുവരെയും യോജിപ്പിക്കുമാറാകട്ടെ. സർവശക്തനോട് ഒരു പ്രാർത്ഥന മാത്രം. നിന്റെ വലങ്കൈ നട്ടിട്ടുള്ളതിനെയും നിനക്കായി വളർത്തിയ തൈയെയും പാലിക്കണമേ.